പുതുപ്പാടി സുബൈദ കൊലക്കേസ് പ്രതി ആഷിഖിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് നടപടി. മിഥില ബാലൻ വിവരങ്ങളും വച്ചിരുന്നു. മിഥില, ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ലഹരി കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണോ? ഏതെങ്കിലും ലഹരിക്ക് അടിമയാണെങ്കിലും അല്ലെങ്കിലും ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു റിമോസോ പശ്ചാത്താപമോ ഇല്ല എന്ന് വളരെ എവിഡൻ്റ് ആണ് മിഥില. അതെ ആഷ്മി, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മാധ്യമപ്രവർത്തകരോടുൾപ്പെടെ പരിഹാസ രൂപേണയുള്ള ആഷിഖിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ലഹരിക്ക് അടിമപ്പെട്ട് അമ്മയെ കത്തികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണിത്. ഈ കേസിലാണ് ഇന്നലെ ജയിലിലായിരുന്നു ആഷിഖ് ഉണ്ടായിരുന്നത്. ആഷിഖിന് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. അതിനെ തുടർന്ന് ജയിലിൽ നിന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ സുബൈദയെ കൊലപ്പെടുത്താൻ ആഷിഖ് ശ്രമിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വ്യക്തമായിട്ടുണ്ട്. എപ്പോഴെല്ലാമാണ് ഇത്തരത്തിൽ കൊലപാതക ശ്രമം നടത്തിയത്, സമാനമായ രീതിയിൽ കത്തി ഉപയോഗിച്ച്, അതായത് വെട്ടുകത്തി ഉപയോഗിച്ച് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലപാതക ശ്രമം നടത്തിയതെന്നും പ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് നേരത്തെ ഈ കുടുംബത്തിന് അറിയാമായിരുന്നു. സുബൈദയ്ക്കും മറ്റു ബന്ധുക്കൾക്കും ഇത്തരത്തിൽ കൊലപാതക ശ്രമം നടത്തിയ ഒരു കാര്യം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഇത്തരത്തിലുള്ള മാരകായുധങ്ങളൊന്നും തന്നെ സുബൈദയുടെ വീട്ടിലോ അല്ലെങ്കിൽ സുബൈദ നിലവിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന സഹോദരിയുടെ വീട്ടിലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ആഷിഖ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ വാങ്ങി ഈ ഒരു കൃത്യം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മാരകായുധങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ പോലീസിന് അറിയേണ്ട കാര്യം, നേരത്തെയും ഈ കൊലപാതക ശ്രമം നടത്തിയെന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം കാലഘട്ടത്തിലാണ് നടത്തിയത്, എത്ര സമയത്തിനുള്ളിലാണ്, ഇവൻ എത്ര കാലമായിട്ട് ഈ പ്രതി ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് അറിയേണ്ടതുണ്ട്, കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 4 ദിവസത്തേക്കായിരിക്കും കസ്റ്റഡി ആവശ്യപ്പെടുക. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതി ഉള്ളത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഡോക്ടർമാരുടെ ഒരു റിപ്പോർട്ട് കൂടി കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രതിയെ ഈ ഒരു സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വിടേണ്ടതുണ്ടോ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കോടതി തീരുമാനിക്കുക. അഷ്മി, ഇയാൾക്കെന്തോ മാനസിക പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ലഹരിമരുന്ന് കിട്ടാത്തതിൻ്റെ വിഡ്രോവൽ സിൻഡ്രോം ആണോ എന്നറിയില്ല. എന്തായാലും ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള പശ്ചാത്തലവും ഇല്ല എന്ന് മാധ്യമങ്ങളോട് പോക്കറി കാണിക്കുക ഒക്കെ പോലുള്ള പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അയാൾ അത്ര അതിനെ കാണുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള പശ്ചാത്താപം സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നതിൽ ആഷിഖ് എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധനില്ല എന്ന കാര്യം ഉറപ്പാണ്.